അപ്പോൾ ഇന്ന് എന്താ വിശേഷമെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ദിവസമാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഒരു പുതിയ സംഭവം നമുക്ക് കിട്ടി. എന്താണെന്ന് കാണണ്ടേ? ഇതാണ് സംഭവം. കിയയുടെ 2025 ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും കസ്റ്റമർ കൊണ്ട് തന്നു. ഇന്ന പുതിയ ടോയ് വന്നിട്ടുണ്ട്, എടുത്തുപയോഗിച്ചോ. സംഭവം പുറമൊക്കെ കാണാൻ വെറൈറ്റി ലുക്ക് തന്നെ, ഒരു രക്ഷയില്ല. ടയറാവട്ടെ, വീൽ കപ്പാവട്ടെ, എല്ലാം വെറൈറ്റി സാധനവും. ഇതാണ് അതിൻ്റെ ചാവിയില്ല, റിമോട്ട് മാത്രമേ ഉള്ളൂ. ലോക്കാക്കണത്, ലോക്ക് അഴിക്കണത്, ഡിക്കി ഓപ്പൺ ചെയ്യണത്, പിന്നെ സൈഡ് ഡോറ് ഓപ്പൺ ചെയ്യണത്. ഇതാണ് ഇതിലുള്ള ഈ റിമോട്ടിലുള്ള ഫെസിലിറ്റി. ഇതാണ് നമ്മൾ ഈ ചാവിയും കൊണ്ട് വണ്ടിയുടെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഓട്ടോമാറ്റിക്കലി തുറക്കും. നമ്മൾ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ വണ്ടി ഓപ്പൺ ആവും. ഇതാണ് ഇൻറ്റീരിയർ. അത്യാവശ്യം വലിയ സ്ക്രീനുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഗിയർ വരുന്നത് നമ്മളെ റൗണ്ട് മെത്തേഡാണ്. ഇവിടെ തന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡുണ്ട്, ഓട്ടോ ഹോൾഡുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് തണുപ്പിക്കുന്നത് ക്യാമറ. ഇതിൽ നോക്കി നമുക്ക് നമ്മളെ ക്യാമറ കാണാൻ പറ്റും. കണ്ടോ? ഫ്രണ്ടും കാണാം, റൊട്ടേറ്റിംഗ് മുകളിലുള്ളതും കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം AC ഉണ്ട്, കൂളിംഗാണ്. എവിടെയും ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ട്. സംഭവം ഇതിൽ നെക്കിയ ബാക്ക് ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതാണ്. അതേപോലെ തന്നെ ഒരു പ്രസ് കൊണ്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അടയും. അടഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സൺറൂഫ് വരുന്നുണ്ട്, ഫ്രണ്ടിലൊന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നല്ല സീറ്റ് ക്വാളിറ്റി, കവറ്, അത്യാവശ്യം സെറ്റൊരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലേ, പൊളിയല്ലേ, വൈബല്ലേ, സെറ്റല്ലേ. നമ്മളെ കിലോമീറ്റർ സ്ക്രീനിൽ അറിയാൻ പറ്റും. കണ്ട, നമുക്ക് നേരെ തന്നെ നമ്മളെ ഗ്ലാസ്സിൽ അറിയാൻ പറ്റും. സ്വിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാം ടച്ചാണ്. ഓഫ്, ഓൺ, ലോ, AC കൂട്ടണത്, കുറയ്ക്കണത്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല ഇൻറ്റീരിയറാണ്, നല്ല സ്ക്രീനും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ക്രീനാണ് കേട്ടോ. ഇത് ചെയ്യാനാണ് വണ്ടി. ഹാൻഡ് മോഡിൽ തന്നെ ഇഷ്ടംപോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട് അല്ലേ. ഇപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അപ്പോൾ ഡോറ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഡോർ ഓപ്പൺ ആവും. ഉണ്ടോ? ബാക്ക് സൈഡിലെ ഫെസിലിറ്റീസ് എന്താണെന്ന് നോക്കിയാൽ നല്ല ഫുഡ് സ്പേസ് ഉണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുക, നമ്മളെ ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതാണ്. ബാക്കിൽ വന്ന് ഒരു ചാർജ് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ AC വരുന്നുണ്ട്. ഇവിടെയും റൂഫ് ടോപ്പ് വരുന്നുണ്ട്. ഇപ്പം മൊത്തം 2 റൂഫ് ടോപ്പാണ് വണ്ടിയിലുള്ളത്. പിന്നെ ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റാൻ പറ്റും ഈ സീറ്റ്. പിന്നെ വേണമെങ്കിൽ 3 പേർക്ക് ഇരിക്കണമെങ്കിൽ ഇത് പൊക്കിയാൽ മതി. പിന്നെ ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഈ സൈഡാണ്, കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇറങ്ങണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് നിൽക്കിയാൽ ഓപ്പണായിട്ട് വരും.
അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെയൊക്കെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് സ്വിഫ്റ്റ് വണ്ടി.